മാർട്ടിൻ കുടുംബത്തിന്റെ തിരോധാനം. ആ പഴയ വീട് നിശബ്ദമായി നിന്നു. അതിന്റെ ജനലുകൾ റബ്ബർ തോട്ടങ്ങളെ നോക്കി ശൂന്യമായ കണ്ണുകളായി. തലമുറകളായി അത് മാർട്ടിൻ കുടുംബത്തിന്റെ വാസസ്ഥലമായിരുന്നു. അനക്കരയിലെ ശാന്തമായ ഗ്രാമത്തിൽ സമൃദ്ധിക്കും സ്വാധീനത്തിനും പേരുകേട്ട ഒരു പേര്. എന്നാൽ 1999 ഓഗസ്റ്റിലെ ഒരു ഉഷ്ണരാത്രിയിൽ മാർട്ടിൻമാർ അപ്രത്യക്ഷരായി. കേരളത്തിലെ തെങ്ങോലകളിൽ ഇപ്പോഴും മന്ത്രിക്കുന്ന ഒരു രഹസ്യം ബാക്കിയാക്കി. പ്രശസ്തനായ ഡോക്ടർ സാമുവൽ മാർട്ടിനും അദ്ദേഹത്തിന്റെ ഭാര്യ സാറായും ദാനധർമ്മങ്ങൾക്ക് പേരുകേട്ട ശാന്തസ്വഭാവമുള്ള സ്ത്രീയുമായിരുന്നു അവരുടെ താവഴിയിലെ അവസാനത്തെ കണ്ണികൾ. അവരുടെ മക്കളായ ജേക്കബും മേരിയും മിടുക്കരും ഊർജ്ജസ്വലരുമായിരുന്നു. അവരുടെ ചിരി വിശാലമായ വളപ്പിൽ പലപ്പോഴും പ്രതിധ്വനിച്ചിരുന്നു. ആ നിർഭാഗ്യകരമായ വൈകുന്നേരം വിദേശത്തുനിന്ന് ഒരു ദൂരബന്ധു എത്തേണ്ടതായിരുന്നു. വീട്ടുജോലിക്കാരിയായ കമല ഒരു വലിയ അത്താഴം തയ്യാറാക്കിയിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണം ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്നു. കമല രാത്രി 8 പോയി അടുത്ത ദിവസം രാവിലെ നേരത്തെ തിരിച്ചെത്താമെന്ന് വാക്ക് നൽകി. അവൾ എത്തിയപ്പോൾ വീട് ഭീകരമായി നിശ്ചലമായിരുന്നു. സാധാരണയായി കുറ്റിയിടുന്ന പ്രധാന വാതിൽ തുറന്നു കിടന്നിരുന്നു. ഒരു പകുതി കഴിച്ച ഭക്ഷണം ഊൺമേശപ്പുറത്തിരുന്നു. ഭക്ഷണം തണുത്തു കട്ടിയായിരുന്നു. കിടക്കകൾ വിരിച്ചിരുന്നില്ല. ആരോ ഇപ്പോൾ എഴുന്നേറ്റതുപോലെ. എന്നിട്ടും കുടുംബത്തിന്റെ ഒരു അടയാളവും ഉണ്ടായിരുന്നില്ല. ഒരു കുറിപ്പും ഒരു പോരാട്ടത്തിന്റെ അടയാളവും നിർബന്ധിത പ്രവേശനവുമില്ലായിരുന്നു. അവർ വെറുതെ അപ്രത്യക്ഷരായതുപോലെയായിരുന്നു അത്. തുടർന്നുണ്ടായ പോലീസ് അന്വേഷണം സമഗ്രമായിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വസ്തുവിന്റെ ഓരോ ഇഞ്ചും അരിച്ചുപെറുക്കി ചുറ്റുമുള്ള തോട്ടങ്ങൾ തിരഞ്ഞു. അടുത്തുള്ള നദിയിൽ തിരച്ചിൽ നടത്തി. സിദ്ധാന്തങ്ങൾ ധാരാളമുണ്ടായിരുന്നു. മോചനദ്രവ്യത്തിനായി തട്ടിക്കൊണ്ടുപോയി. എന്നിട്ടും ഒരു ആവശ്യവും വന്നില്ല. രഹസ്യ രക്ഷപ്പെടൽ. എന്നിട്ടും മാർട്ടിൻമാർക്കറിയപ്പെടുന്ന ശത്രുക്കളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. കൂട്ട ആത്മഹത്യ പോലും ഭക്തരായ കുടുംബത്തെ അറിയുന്നവർ വേഗത്തിൽ തള്ളിക്കളഞ്ഞ ഒരു ആശയം. വർഷങ്ങൾ പതിറ്റാണ്ടുകളായി മാറി. ഒരിക്കൽ ഗംഭീരമായിരുന്ന പഴയ വീട് പേമാരിയിൽ തകർന്നു. പ്രകൃതി അതിനെ പതിയെ വീണ്ടെടുത്തു. ഒരിക്കൽ അതിന്റെ മുറികളിൽ നിറഞ്ഞിരുന്ന ചിരിയും ഊഷ്മളതയും ഇലകളുടെ മർമ്മരവും ചീവീടുകളുടെ കരച്ചിലും വഴിമാറി. മാർട്ടിൻ കുടുംബത്തിന്റെ കഥ ഒരു പ്രാദേശിക ഐതിഹ്യമായി മാറി. വൈകുന്നേരങ്ങളിലെ തീക്കൂട്ടങ്ങൾക്ക് ചുറ്റുമടക്കം പറച്ചിലുകളിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടു. വിശദീകരിക്കാനാവാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കഥയായി. ഇന്നും ചോദ്യം അവശേഷിക്കുന്നു. മാർട്ടിൻമാർക്ക് ശരിക്കും എന്തു സംഭവിച്ചു? അവർ ഒരിക്കലും തിരിച്ചെത്താതെ കാടിന്റെ ഇടതൂർന്ന പച്ചപ്പ് നിറഞ്ഞ ആലിംഗനത്തിലേക്ക് നടന്നു. അവർ അജ്ഞാത ശക്തികളാൽ അകറ്റപ്പെട്ടോ? അതോ അനക്കരയിലെ നിശബ്ദമായ മണ്ണിനടിയിൽ ആഴത്തിൽ ഉത്തരമുണ്ടോ? അപ്രത്യക്ഷമാകലിന് പിന്നിലെ സത്യം ഒടുവിൽ ആരെങ്കിലും കണ്ടെത്താനായി കാത്തിരിക്കുന്നുവോ?